നമസ്കാരം. ഫുഡ് ആൻഡ് മൂവി ടീം സൈബീരിയയിലേക്കുള്ള യാത്രയിലാണ്. ബഹ്റിനിൽ നിന്നും മോസ്കോയിലേക്കുള്ള ഫ്ലൈറ്റിലാണ് യാത്ര. മോസ്കോയിൽ നിന്നും ഏതാണ്ട് 44 കിലോമീറ്റർ അകലെയുള്ള DME എയർപോർട്ടിലാണ് ലാൻഡിംഗ്. അവിടുന്ന് 56 കിലോമീറ്റർ അകലെയുള്ള ന്യൂക്കോവ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. ബഹ്റിനിൽ നിന്ന് രാത്രി 1 മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറി രാവിലെ ഏതാണ്ട് 7 മണിയോടെ DME എയർപോർട്ടിൽ എത്തി. നമ്മളിപ്പോൾ മോസ്കോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നൗ വി ആർ ഹിയർ ഇൻ മോസ്കോ. ഇനി ഇവിടുന്ന് വൈകുന്നേരം രാത്രി സമയമുണ്ടെങ്കിൽ നമ്മൾ 1 മണി പുടിൻ സാറിനെ കാണാൻ ശ്രമിക്കും. DME ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ടാക്സിയിൽ ന്യൂക്കോവ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ മോസ്കോ എയർപോർട്ടില്ല, DME എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് ന്യൂക്കോ എന്ന എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ മോസ്കോ എയർപോർട്ടിൽ ഇറങ്ങി, ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. നമ്മളിപ്പോൾ അടുത്ത വണ്ടി നമ്മളെ പിടിക്കാൻ വേണ്ടി പിന്നെ മറ്റൊരു എയർപോർട്ടിലേക്ക് പോവുകയാണ്. അത് 1.5 മണിക്കൂർ ദൂരം ഉണ്ടാവും ഇവിടുന്ന്. താജിക്കിസ്ഥാൻ സ്വദേശിയായ ടാക്സിക്കാരൻ നമുക്ക് ആവശ്യമുള്ള പാട്ട് ഇട്ടോളാൻ ആവശ്യപ്പെട്ട് യൂട്യൂബ് ഓപ്പണാക്കി തന്നു. റോഡിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും 2 മണിക്കൂർ കൊണ്ട് ന്യൂക്കോവ് എയർപോർട്ടിൽ എത്തി. അപ്പോൾ നമ്മൾ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കാലാവസ്ഥയിൽ ആണ് ഈ മോസ്കോവിൻ്റെ അടുത്തുള്ള ന്യൂക്കോം എയർപോർട്ട് ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും രാത്രി. ഇവിടെ 8 മണി കഴിയാനേ പോകുന്നു. ഇവിടുന്ന് 12 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. പക്ഷേ നമ്മുടെ പുറം നോക്കി കഴിഞ്ഞാൽ 8 മണിയായിട്ടുണ്ട്. എന്നാലും നല്ല പകൽ വെളിച്ചമാണ്. ഇവിടെ നോക്കുമ്പോൾ പകൽ വെളിച്ചമ്പോഴാണ് കാണുന്നത്. നമ്മൾ ന്യൂക്കോം എയർപോർട്ടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. 12:30 മണി കഴിഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ഒരു രാത്രിയിലേക്ക് നമ്മൾ ഈ എയർപോർട്ടിൻ്റെ വിശാല വീതിയിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാം. കാരണം ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ 12 മണിയായ സമയത്ത് ഇവിടെ പകൽ വെളിച്ചം പോലെ, ഇവിടെ ശരിക്കും ഇപ്പം 8 മണിയാണ്, രാത്രി 8 മണി. പക്ഷേ പുറത്ത് നല്ല വെളിച്ചമാണ്, ഇരുട്ടിയിട്ടയില്ല. ഇത് റഷ്യയുടെ ഒരു പ്രത്യേകതയാണ്. ഇനിയിപ്പം നമ്മൾ സൈബീരിയയിൽ പോകുമ്പോൾ അതിലും നല്ല അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. പേഴ്സ് വേണേൽ അവിടെ കിട്ടും.